സ്ത്രീകൾ എന്ത് വസ്ത്രം ധരിക്കണം? പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് പരിധി വേണമോ? പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ ഭയക്കേണ്ടതുണ്ടോ? വേഷത്തിന്റെ പേരിലാണോ സ്ത്രീയുടെ വ്യക്തിത്വം വിലയിരുത്തപ്പെടേണ്ടത്? വീണ്ടും വീണ്ടും പറയുന്നതിൽ മടുപ്പ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും പറയാതെ നിവർത്തിയില്ല. 2026 മലയാളത്തിൽ ഒരു മുൻനിര വാർത്താ ചാനലിൽ അതിന്റെ ചീഫ് എഡിറ്റർ നടത്തിയ ഒരു ചർച്ചയുടെ ടോപ്പിക്സ് ആണിത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിനെയും ചീഫ് എഡിറ്ററെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. നല്ല കുടുംബത്തിൽ പിറന്നവർ മാന്യമായി വസ്ത്രം ധരിക്കും. ശരീരം കൂടുതൽ കാണിക്കുന്ന വസ്ത്രം ധരിച്ചാൽ അത് ലൈംഗിക പ്രകോപനമാണ്. വസ്ത്രത്തിന്റെ അളവ് കുറയുമ്പോൾ ബഹുമാനവും കുറയും. പലപ്പോഴും പീഡനങ്ങൾ നടക്കുന്നത് ആണുങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് കൊണ്ടാണ് എന്നിങ്ങനെയുള്ള വളരെ ഫ്രഷ് ആയ വാദങ്ങളും ഈ ചർച്ചയിൽ ഉയർന്നു കേട്ടു. അതുപോലെ തന്നെ പുതിയ തലമുറ, പ്രത്യേകിച്ച് ജെൻസി, സംസ്കാരമില്ലാത്തവരാണ്, അവർ ധരിക്കുന്ന ചില വസ്ത്രങ്ങൾ അശ്ലീലമാണ്, അറപ്പുണ്ടാക്കുന്നതാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുവാനുള്ള സദാചാര ആംഗ്ലമാരുടെ സ്ഥിരം നമ്പറുകളും ഈ ചർച്ചയിൽ കണ്ടു. അതിലും അപകടകരമായി തോന്നിയ ഒരു കാര്യം, സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് ലൈംഗിക പ്രകോപനത്തിന് കാരണമെങ്കിൽ കൊച്ചു കുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് ഒരു സ്ത്രീ ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന ഒരു മഹാൻ പറഞ്ഞു, അത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം പുരുഷന്മാർ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടാണ് എന്ന്. ചൈൽഡ് അബ്യൂസിനെ കുറിച്ചാണ് ആ പറഞ്ഞതെന്ന് ഓർക്കണം. ഈ ചർച്ച എയർ ചെയ്യാതിരിക്കാനുള്ള സാമാന്യ മര്യാദ എന്തുകൊണ്ട് 2018 മുതൽ ഫീൽഡിലുള്ള ഒരു വാർത്താ ചാനലിന് ഉണ്ടായില്ല എന്നത് മറ്റൊരു പ്രധാന ചോദ്യം. ഒരു മാധ്യമ സ്ഥാപനം ഏത് വിഷയമാണ് ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് എന്നത് എഡിറ്റോറിയൽ തീരുമാനമാണ്. നാട്ടിൽ സംഭവിക്കുന്ന ക്രൂരമായ പീഡനങ്ങൾക്ക് അതിലെ വിക്ടിംസും സർവൈവേഴ്സുമായ സ്ത്രീകളെ വീണ്ടും വിചാരണ ചെയ്യാനും നാണം കെടുത്തുവാനും എടുത്ത തീരുമാനവും എഡിറ്റോറിയൽ ഡിസിഷൻ തന്നെ. വസ്ത്രധാരണം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് ഭരണഘടന ഉറപ്പു നൽകുമ്പോൾ അതിനപ്പുറം എന്ത് കൺഫർമേഷനാണ്, എന്ത് തെളിവാണ് കേരളത്തിലെ പ്രബുദ്ധരായ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടത്? സമൂഹം സൃഷ്ടിച്ച സദാചാര ചട്ടക്കൂടുകൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ സ്ത്രീകളെ വീണ്ടും നിർബന്ധിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അതിന് പുരുഷ സംഘടനയുടെ കൂട്ടുപിടിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ്? ഇത്തരം ഒരു ചർച്ച സംഘടിപ്പിക്കേണ്ടതിന്റെ സാമൂഹിക ആവശ്യകത എന്താണ്? ഓരോ വർഷവും 30,000-ത്തിലധികം ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്ന ഇന്ത്യയിൽ, മാരിറ്റൽ റേപ്പ് ക്രിമിനൽ ഒഫൻസ് അല്ലാത്ത ഇന്ത്യയിൽ 2024 മാത്രം 65,000-ത്തിലധികം പോക്സോ കേസുകൾ നടന്ന ഇന്ത്യയിൽ, ഗാർഹിക പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും സ്ഥിര സംഭവമാകുന്ന ഇന്ത്യയിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം പുരുഷന്മാർ ഭയക്കേണ്ടതുണ്ടോ എന്നതാണ് പ്രധാന ചർച്ച. എന്തിനാണ് പുരുഷന്മാർ ഭയക്കേണ്ടത്? സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതോ, അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നതോ, അതോ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതോ? ഇതൊക്കെയാണോ പുരുഷന്മാർക്ക് ഭയം തോന്നേണ്ട കാര്യങ്ങൾ? ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിൽ രാജ്യത്തെ നിയമവ്യവസ്ഥ പരാജയപ്പെടുന്നതും കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ ലഭിക്കാത്തതും, സ്ത്രീകളുടെ സുരക്ഷയിൽ വീണ്ടും വീണ്ടും വീഴ്ച സംഭവിക്കുന്നതും, സൈബർ അതിക്രമങ്ങൾ മൂലം മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നതും, കൺസെന്റിന്റെ പ്രാധാന്യം ഇന്നും പലരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതും ഇന്നും ഈ രാജ്യത്ത് പ്രധാന വിഷയങ്ങൾ തന്നെയാണ്. അത് മാധ്യമങ്ങളുടെ കണ്ണിൽ പെടുന്നില്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കും. ഒരു സ്ത്രീയെ ബഹുമാനിക്കണമോ വേണ്ടയോ എന്നത് അവൾ ധരിക്കുന്ന വസ്ത്രം തീരുമാനിക്കുന്ന കാര്യമല്ല. അത് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും മൂല്യബോധമാണ്. മാധ്യമങ്ങളാണെങ്കിൽ ആ മൂല്യബോധത്തെ മുന്നോട്ട് നയിക്കേണ്ടവരും. പക്ഷേ അതിനു പകരം അതേ മാധ്യമങ്ങൾ തന്നെ പതിറ്റാണ്ടുകളായി തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട വാദങ്ങൾക്ക് വീണ്ടും ചർച്ച ചെയ്യുവാനുള്ള പ്ലാറ്റ്ഫോം കെട്ടിക്കൊടുക്കുന്നു. പ്രശ്നം സ്ത്രീകളുടെ വസ്ത്രത്തിലല്ല, സ്ത്രീകളുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന പാട്രിയാർക്കിയുടെ മനോഭാവത്തിലാണ്. ആ മനോഭാവത്തെ ചോദ്യം ചെയ്യാത്ത മാധ്യമങ്ങൾ സമൂഹത്തെ മുന്നോട്ടല്ല പിന്നോട്ടാണ് നയിക്കുന്നത്.